ബന്ധുവായ വൈഫ് വളരെ വിശാലമായിട്ടിരുന്നുകൊണ്ട് പറയുന്നുണ്ട്. നിങ്ങളത് കേട്ടാൽ നമുക്ക് വല്ലാത്ത അരിശം വരും. ഞാൻ തലയിൽ തട്ടമിടാൻ മടിച്ചിട്ടോ 5 നേരം നിസ്കരിക്കാൻ മടിച്ചിട്ടോ തോന്നിവാസം കാണിച്ച് നടക്കാൻ മടിച്ചിട്ടോ അല്ല ഇസ്ലാമിനെ വിട്ടത്. ഞാൻ ഖുർആൻ വായിച്ചു. ഇത് തീർത്തും യുക്തിയില്ലാത്തൊരു മതമായി എനിക്ക് തോന്നി. ഈ ഈ വൃത്തികെട്ട മതത്തിൽ താമസിക്കുന്നതിലും നല്ലത് ഇല്ലാതെ ജീവിക്കുന്നതാണെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അല്ലാണ്ട് ഫ്രീ സെക്സിനും തോന്നിവാസം കണക്ക് നടക്കാനും അല്ല എന്ന് പറയാതെ അങ്ങോട്ട് പറയുകയാണ്. അത് നമുക്ക് കാണുന്നവർക്ക് കാര്യം മനസ്സിലാവും. ഇത് അങ്ങനെയല്ലോ പറയുന്നത് എച്ചിൽ മുസ്ലിം ജുക്തിവാദികളെന്ന്. നിങ്ങൾ ജുക്തിവാദികളല്ല എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ചാവുമ്പോൾ പള്ളിക്കാർ കൊണ്ടുപോയി കുഴിച്ചിരുന്നത്, പട്ടിയെ കുഴിച്ചിരുന്നതാണ്. അത്രേ ഉണ്ടാവുള്ളൂ അവരുടെ ഉള്ളിൽ. കാരണം അത്രത്തോളം നിങ്ങൾ വെറുക്കപ്പെടുകയാണ് അവരുടെ ഉള്ളിലേക്ക്. ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു വിഭാഗം ജനതയെ ഒന്നിനും അല്ലാതിരുന്ന അവഹേളിച്ച് ആക്രമിച്ചിട്ട് നാണല്ലേ നിനക്ക് കബറിസ്ഥാൻ തേടി പോകാനായിട്ട്. ചോദ്യം അതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എച്ചിൽ മുസ്ലിം മൂത്ത യൂട്യൂബ് ചാനൽ തുടങ്ങും. എന്നിട്ട് അതിലിരുന്നു കൊണ്ട് മതാവഹേളനം നടത്തും. ഇനി ഏതെങ്കിലും ഒരെണ്ണം ചത്ത പള്ളിമടയെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട് പിന്നെ ഇരുന്നു കൊണ്ട് ഇതേപോലെ ഒരു ഫോട്ടോയും കുരിപ്പുഴ ശ്രീകുമാറിന്റെ ചാർവാകൻ കവിതയും ഒക്കെ ഇങ്ങോട്ട് കേൾപ്പിച്ചിട്ടിരുന്ന് ഞെളിഞ്ഞ് ന്യായം പറയും. അതിനപ്പുറം ഒരു പിണ്ണാക്കുമില്ല, ചുറ്റിവാദവും ഇല്ല, ഒരു പത്തിവാദവും ഇല്ല. ഇവന്മാർക്കുള്ളത് മുഴുക്ക അഴിഞ്ഞാടി ജീവിതം. അതിന് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്തൊരു മേഖലയാണ് എച്ചിൽ മുച്ചിലി. അതിനപ്പുറം ഒന്നുമല്ല. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യർക്ക് മതമില്ലാതെയും മതം അനുഷ്ഠിച്ചും ജീവിക്കാനുള്ള എല്ലാ അധികാരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരും പിടിച്ച് മിഴുങ്ങിയൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ അവഹേളിക്കുന്ന എന്തിനാണ്? ഈ അവഹേളനം നടത്തിയിട്ട് പിന്നെ ഞങ്ങൾ ജുക്തിവാദികൾ എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ജുക്തിവാദികളുടെ ഒരു ഫീലിംഗ്സ് ആലോചിച്ചു. ഇപ്പം സ്ത്രീയെ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് അവർ അടക്കം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എത്ര വൃത്തികേടായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? ഇനിയും നിങ്ങൾക്ക് പറയാൻ ലജ്ജയില്ലേ? നിങ്ങൾ എച്ചുമുച്ചിലിയുമായിരുന്നു, ജുക്തിവാദിയാണ്. നിങ്ങൾ എന്ത് ജുക്തിവാദിയാ? നിങ്ങളൊരു ജുക്തിവാദിയല്ല, കള്ള നാണയമാണ്. ഈ എക്സ് മുസ്ലിമുകൾ എന്ന് പറയുന്നത് വെറും കള്ള നാണയങ്ങളാണെന്ന് തെളിയേണ്ട ഇതിൽ പരം ഒരു എക്സാമ്പിൾ തരാനില്ല എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എവിടം വരെ പോകുമെന്ന്. ഒരാളെങ്കിലും അതിൽ നിന്ന് ഒന്ന് തലയെടുത്ത് വന്ന് ഇല്ല പറ്റില്ല, അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല, അദ്ദേഹത്തിന് താല്പര്യമില്ല. പൊതു ശ്മശാനം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് കലാനാഥ മാഷിനെയൊക്കെ മെഡിക്കൽ കോളേജിൽ കൊടുത്തപ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊതു ശ്മശാനത്തിൽ കൊണ്ട് കുഴിച്ചിട്ട് അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവത്തില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ തുടങ്ങുന്നില്ലേ തള്ളേ? ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് ഇരുന്നുകൊണ്ട് മേത്തർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ വായ്ത്താളം അടിച്ച് കുറെ കൂടെ ഇസ്ലാമിനെ അവഹേളിക്കും. നീയും ചാമ്പ് എടുത്ത് കുഴിച്ചിടാനായിട്ട് അവർ തന്നെ വരും. അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. കൂട്ടം തെറ്റിപ്പോയ കുറെ കുഞ്ഞാടുകളാണ് നിങ്ങളൊക്കെ. കാര്യം മനസ്സിലാക്കി മൗനമായിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും കാണിക്കുക. ഇവനൊക്കെ സംഘികൾക്ക് ചൂട്ടുപിടിക്കുമ്പോൾ നിങ്ങളുടെ മൗനവും ഭയാനകവും ഭീകരവുമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഓപ്പണം പുറത്തേക്ക് വന്ന് കാര്യം അവതരിപ്പിക്കും. ഒരു സമൂഹം മുഴുക്ക അപരവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഒരു സമൂഹം മുഴുക്ക പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ അന്യായ ചെയ്ത്തുകളാണ് ഇവിടെ ഓരോരുത്തമാർ ചെയ്യുന്നത്. നിങ്ങൾ മൗനമായിരിക്കുമ്പോൾ ഞാൻ അവഹേളിക്കുമ്പോൾ നിങ്ങൾക്ക് നോവുന്നില്ലേ? ഈ അവഹേളനം അവിടെയുള്ള സാധു മനുഷ്യർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നില്ലേ? അത്രമാത്രം മനസ്സിലാക്കി. നല്ല നോവുന്നില്ലേ? ഷിഹാബ് മേത്തർ മരണപ്പെട്ടു നിൽക്കുന്നു, ആദരാഞ്ജലികൾ കൂട്ടുകാരി വന്ന് പറയുമെന്ന് വിചാരിക്കുന്നിടത്ത് വന്ന് അവഹേളിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇതിനേക്കാൾ 100 അമ്പ് കൊണ്ട് കുത്തുന്ന വേദന അപ്പുറത്തുള്ളവർ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എൻഡ് ഓഫ് ദ ഡേ അവരെ ഉണ്ടാവൂ നിങ്ങൾക്ക് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മേത്തറുടെ കബറടക്കം.